മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDF വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 24-25 തീയതികളിൽ ദില്ലിയിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ രാപ്പകൽ സമരം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. PV ജോഷില വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ജോഷില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിനിഷ. സമരം തന്നെ മാർഗം എന്നുള്ള കൃത്യമായ രീതിയിലേക്ക് LDF മുന്നോട്ട് പോകുന്നു. കടുത്ത കേന്ദ്ര അവഗണന. കഴിഞ്ഞ ദിവസം മറ്റ് സംസ്ഥാനങ്ങൾക്ക് അധിക സാമ്പത്തിക സഹായമായി കേന്ദ്ര സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ആ പട്ടികയിലും കേരളത്തെ ഉൾപ്പെടുത്തിയില്ല. കേരളം സഹായമായിരുന്നു ആവശ്യപ്പെട്ടത്, പക്ഷേ നമുക്ക് അനുവദിച്ചിരിക്കുന്നത് വായ്പയാണ്. ആ വായ്പ മാർച്ച് 31-നകം തന്നെ ചെലവഴിച്ച അത് കേന്ദ്ര സർക്കാരിന് ആ പദ്ധതി വിഹിതം ഏത് രീതിയിൽ ചെലവഴിച്ചു എന്നതടക്കമുള്ള റിപ്പോർട്ട് നൽകണമെന്ന ലോകത്തെങ്ങുമില്ലാത്ത നിർദ്ദേശങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുമുണ്ട്. അതിനെതിരെ, അതായത് അത് ചെലവഴിക്കാൻ പറ്റില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ കത്തെഴുതാനൊക്കെ പോകുന്ന സാഹചര്യത്തിൽ ഒരു സമരത്തിനൊരുങ്ങുകയാണ് വയനാട്ടിലെ LDF ജില്ലാ കമ്മിറ്റി. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ രാപ്പകൽ സമരമിരിക്കാനാണ് അവർ ഒരുങ്ങുന്നതല്ലേ? തീർച്ചയായും മിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ യാതൊരു പ്രയോജനവുമില്ലാത്ത വിധത്തിലാണ് ഇപ്പോൾ 562 കോടി രൂപ വായ്പയായിട്ട് അനുവദിച്ച് തന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു തുക മാർച്ച് 31-നകം ചെലവഴിക്കണം എന്നുള്ളത് കൂടിയുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഇതുകൊണ്ട് ദുരന്തബാധിത പ്രദേശങ്ങളിൽ എന്ത് ചെയ്യാനാവും എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ജനങ്ങളുടെയും മുന്നിലുള്ള വലിയ പ്രശ്നമായി നിലനിൽക്കുന്നത്. 2000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത്. ഇത് നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായി. മാത്രമല്ല, മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർ അവർക്ക് അന്ന് അവരുടെ അടുത്തെത്തി ആ ദുരന്ത സമയത്ത് ഫോട്ടോഷോപ്പ് നടത്തിയതല്ലാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ രാപ്പകൽ സമരം നടത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം എന്ന് LDF ജില്ലാ കമ്മിറ്റി, വയനാട് ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ചൂരൽമല മുണ്ടക്കൈ ഭാഗങ്ങളിലെ ആളുകൾ കൂടി ഈ ഒരു സമരത്തിനായി ഇവിടെ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. 165 പേർ LDF-ന്റെ സംസ്ഥാന ദേശീയ നേതാക്കളും അതുപോലെ തന്നെ ഇവിടെയുള്ള നേതാക്കളും ഒക്കെ തന്നെ പങ്കെടുത്തുകൊണ്ട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ ദുരന്ത ബാധിതരടക്കം പങ്കെടുത്തുകൊണ്ട് 24-25 തീയതികളിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്നലെ വൈകുന്നേരം ഇവിടെ നിന്നും കൽപ്പറ്റയിൽ നിന്നും ഇവർക്ക് സമരസേനാംഗങ്ങൾക്ക് യാത്രയയപ്പ് നൽകിയിരുന്നു. ഏറ്റവും വികാരനിർഭരമായ ഒരു യാത്രയയപ്പ് തന്നെയായിരുന്നു അത് എന്ന് വേണം പറയാൻ. കാരണം മറ്റൊരു മാർഗമില്ല. ഇനി ഇവിടെ നടത്തിയ സമരങ്ങൾക്കൊന്നും ഫലം കണ്ടില്ല. അതെല്ലാം തന്നെ അവഗണിക്കുകയാണ്. കേരളത്തോടുള്ള ഈ രാഷ്ട്രീയ അവഗണന അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഇത്തരത്തിൽ ഒരു സമരം നടത്താനായി ഇവിടെ നിന്നും ആളുകൾ, ദുരന്ത ബാധിതരെ അടക്കമുള്ള ആളുകൾ അവിടേക്ക് പോയിരിക്കുന്നത്. എന്തായാലും അന്ന് വൈകുന്നേരം ഇവിടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അടക്കം സമരങ്ങൾ നടത്താൻ, വയനാട് ജില്ലയിൽ സമരം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ കേന്ദ്രങ്ങളിലായി, പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഓരോ കേന്ദ്രങ്ങളിലായി സമരം നടത്തും. അത്തരത്തിൽ വലിയൊരു പ്രക്ഷോഭത്തിന് തന്നെയായിരിക്കും 24-25 തീയതികൾ സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. മാത്രമല്ല, വയനാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ദുരന്തങ്ങളുണ്ട്. അത് ഒക്കെ തന്നെ മാറ്റാൻ കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. 1972-ലെ വനം വന്യജീവി നിയമം ഭേദഗതി ചെയ്യണം എന്നുള്ള ആവശ്യം കൂടി ഉയരുന്നുണ്ട്. മാത്രമല്ല, ദുരന്ത ബാധിതരുടെ കടബാധ്യതകൾ എഴുതിത്തള്ളണം എന്നുള്ള ഒരു ആവശ്യം കൂടിയുണ്ട്. ഇത്തരത്തിൽ റവന്യൂ വകുപ്പടക്കം ഇവിടെ വന്ന് സർവേ നടത്തി തീരുമാനിച്ച പട്ടയമില്ലാത്തവർക്ക് പട്ടയം നൽകുക എന്നുള്ളത് ഇനി കേന്ദ്ര സർക്കാരിന്റെ അനുമതി കൂടി നൽകേണ്ടതുണ്ട്. ഇതൊക്കെ തന്നെ വയനാടിന്റെ കർഷകരും അതുപോലെ തന്നെ വയനാട്ടിലെ പൊതുവെയുള്ള ജനങ്ങളും അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങൾ, അവർ എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ മുന്നിലുണ്ട്. ഇതൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിയമങ്ങൾ ഭേദഗതി ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നിയമം മാറ്റിയാൽ മാത്രമേ, കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം മാറ്റിയാൽ മാത്രമേ അവർക്കൊരു സ്വൈര ജീവിതം സാധ്യമാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് ഇനി പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ തന്നെയാണ് സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. മിനിഷ.